നമസ്കാരം. വരാപ്പുഴ കോട്ടുവള്ളിയിൽ വീട്ടമ്മയായ ആശാ ബെന്നിയുടെ ആത്മഹത്യയിലും നിറയുന്നത് കസ്റ്റഡി മരണക്കറ. കേരളത്തെ നടുക്കിയ സംഭവമായിരുന്നു വരാപ്പുഴ സ്വദേശിയായ ശ്രീജിത്തിന്റെ കസ്റ്റഡി മരണം. ശ്രീജിത്തിന്റെ ബന്ധുക്കളിൽ നിന്ന് കൈക്കൂലി വാങ്ങിയതിന് അറസ്റ്റിലാവുകയും സസ്പെൻഡ് ചെയ്യപ്പെടുകയും ചെയ്ത പോലീസുകാരനായിരുന്നു പ്രദീപ്. ഈ പ്രദീപ് പിന്നീട് പോലീസിൽ തിരിച്ചെത്തി SI ആയി വിരമിച്ചു. വരാപ്പുഴ കോട്ടുവള്ളിയിൽ വീട്ടമ്മയായ ആശാ ബെന്നിയുടെ മരണത്തിൽ ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തിയിരിക്കുകയാണ് പ്രദീപിനും ഭാര്യ ബിന്ദുവിനുമെതിരെ. കോട്ടുവള്ളി പുഴയിൽ പള്ളിക്കടവ് ഭാഗത്താണ് ആശയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചൊവ്വാഴ്ച വൈകിട്ട് 3 മണിയോടെയാണ് സംഭവം. ഉച്ചയോടെ ഇവരെ വീട്ടിൽ നിന്ന് കാണാതായിരുന്നു. മരണത്തിന് കാരണക്കാരായവരുടെ പേരുകൾ അടക്കമുള്ള കുറിപ്പ് വീട്ടിൽ നിന്ന് കണ്ടെടുത്തു. പണം ചോദിച്ചെത്തിയവരുടെ സമ്മർദ്ദത്തെ തുടർന്ന് ഒരാഴ്ച മുൻപ് ഇവർ ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. അയൽവാസിയായ പ്രദീപിന്റെയും ഭാര്യ ബിന്ദുവിന്റെയും പേരുകളാണ് ആത്മഹത്യക്കുറിപ്പിലുള്ളത്. ഇവരിൽ നിന്ന് പലപ്പോഴായി 10 ലക്ഷത്തോളം രൂപ ആശ പലിശയ്ക്ക് കടം വാങ്ങിയിരുന്നതായിട്ടാണ് വിവരം. 1 ലക്ഷത്തിന് മാസം 10,000 രൂപയായിരുന്നു അത്രേ പലിശ. പലിശ നൽകാൻ മറ്റിടങ്ങളിൽ നിന്ന് ആശ കടം വാങ്ങിയതായി സൂചനയുണ്ട്. ആശയുടെ വീട്ടിൽ കയറി പലിശക്കാർ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യം പുറത്തു വന്നു. ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയത് പ്രദീപായിരുന്നു. വരാപ്പുഴ കസ്റ്റഡി മരണം നടക്കുമ്പോൾ അന്നത്തെ പറവൂർ CIയുടെ ഡ്രൈവറായിരുന്നു പ്രദീപ് കുമാർ. മരണം മടക്കുന്ന കൈക്കൂലി പണമാണ് പ്രദീപും ഭാര്യയും വട്ടിപ്പലിശയ്ക്ക് കൊടുത്തത്. ഈ പണം കൊടുത്തു തീർത്തിട്ടും പ്രദീപിനും ഭാര്യയ്ക്കും ആർത്തി തീർന്നില്ല. 2018 ഏപ്രിൽ 9 വരാപ്പുഴ ദേവസ്വം പാടം സ്വദേശി ശ്രീജിത്തിനെ ഒരു വീടാക്രമണവുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. അന്നത്തെ റൂറൽ SP രൂപീകരിച്ച റൂറൽ ടൈഗർ ഫോഴ്സ് എന്ന സ്ക്വാഡ് ശ്രീജിത്തിനെ ആളുമാറി കസ്റ്റഡിയിലെടുക്കുകയും ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു എന്നായിരുന്നു കേസ്. അറസ്റ്റിലായ ശ്രീജിത്തിന്റെ ആരോഗ്യനില മോശമായതോടെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ ഇടനിലക്കാർ വഴി വീട്ടുകാർ തിരക്കിയപ്പോഴാണ് അന്നത്തെ CIയുടെ ഡ്രൈവറായ പ്രദീപ് കൈക്കൂലി ആവശ്യപ്പെട്ടത്. 25,000 രൂപയാണ് പ്രദീപ് ചോദിച്ചത്. എന്നാൽ 15,000 രൂപ നൽകിയെന്നാണ് ശ്രീജിത്തിന്റെ ബന്ധുക്കൾ പോലീസിന് നൽകിയ മൊഴി. ഈ കേസിൽ ഇയാളകത്തായി. പക്ഷേ സിസ്റ്റം വിട്ടു. കൈക്കൂലി പണം വട്ടിപ്പലിശയ്ക്കും കൊടുത്തു. ഇതാണ് ആശയുടെ ജീവനെടുത്തത്. വട്ടിപ്പലിശയ്ക്ക് ഇവരിൽ നിന്നെടുത്ത പണം തിരിച്ചടച്ചിട്ടും നിരന്തരം ഭീഷണിപ്പെടുത്തി എന്നതാണ് ആശയുടെ ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നത്. അതിനിടെ ആശാ ബെന്നിയുടെ മരണം അന്വേഷിക്കാൻ മുനമ്പം DYSPയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. വരാപ്പുഴ കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയായിട്ടും പ്രദീപിന് കുലുക്കമൊന്നും ഉണ്ടായില്ല. ശ്രീജിത്ത് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടതോടെ അഭിഭാഷകർ വഴി പ്രദീപ് ബന്ധുക്കൾക്ക് പണം തിരിച്ചു നൽകി. സംഭവം പുറത്തു വരികയും അന്വേഷണത്തിനൊടുവിൽ പ്രദീപിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. സർവീസിൽ തിരിച്ചെത്തിയ പ്രദീപ് കൂടുതൽ കരുത്തനെ പോലെ ഇടപെടൽ നടത്തി. ഇതാണ് വട്ടിപ്പലിശയ്ക്ക് പിന്നിലെ സാമ്പത്തിക കരുത്തും. ആശ ആത്മഹത്യ ചെയ്ത സംഭവത്തിലും പോലീസിൽ നിന്നും പ്രദീപിനെ സഹായിക്കുന്ന നിലപാടാണ് ഉണ്ടായതെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. അതായത് പോലീസിൽ ഇപ്പോഴും പ്രദീപിന് ശിക്ഷയുണ്ട്. ഇയാളുടെ പണത്തോടുള്ള ആർത്തി അറിയാവുന്നവരാണ് അവർ. എന്നിട്ടും ആശയ്ക്ക് അവർ നീതി കൊടുത്തില്ല. പോലീസിൽ പരാതി നൽകിയ ശേഷം പ്രദീപും ഭാര്യയും വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തിയെന്നാണ് ആശയുടെ ഭർത്താവ് ബെന്നി പറയുന്നത്. നേരത്തെ നൽകിയ പരാതി പോലീസ് ചവറ്റുകൊട്ടയിലെറിഞ്ഞു. ആദ്യ പരാതി സമയത്ത് തന്നെ പോലീസ് കാര്യക്ഷമമായി പ്രവർത്തിച്ചിരുന്നെങ്കിൽ ദുരന്തം ഒഴിവാക്കാമായിരുന്നുവെന്ന് ബന്ധുവായ അനീഷ് പറയുന്നു. ഒത്തുതീർപ്പ് ചർച്ചയ്ക്കായി SP ഓഫീസിൽ ഇരുകൂട്ടരെയും വിളിച്ചു വരുത്തിയപ്പോഴും പ്രദീപ് ഭീഷണിപ്പെടുത്തിയെന്ന് ആശ ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നുണ്ട്. അതായത് ആലുവ SP ഓഫീസിലുള്ളവർക്ക് പോലും പ്രദീപിന് ഇപ്പോഴും ഭയമാണ്. ആശയുടെ ആത്മഹത്യക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ പ്രദീപിനും ഭാര്യ ബിന്ദുവിനുമെതിരെ ആത്മഹത്യ പ്രേരണയ്ക്ക് കേസെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് 10 അംഗ അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുന്നത്. മുനമ്പം DYSPയുടെ നേതൃത്വത്തിലുള്ള 10 അംഗ അന്വേഷണ സംഘത്തിൽ വരാപ്പുഴ, പറവൂർ, മുനമ്പം SHOമാരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കെയായിരുന്നു വരാപ്പുഴ സ്വദേശിയായ ശ്രീജിത്ത് മരിക്കുന്നത്. അടിവയറ്റിനേറ്റ് ഗുരുതര പരിക്ക് മൂലമാണ് ശ്രീജിത്ത് മരിച്ചതെന്നാണ് മെഡിക്കൽ ബോർഡ് കണ്ടെത്തിയത്. മർദ്ദനത്തിൽ ശ്രീജിത്തിന്റെ ചെറുകുടൽ മുറിഞ്ഞു പോയിരുന്നു. ഇത്തരത്തിൽ മാരക ക്ഷതമേറ്റ ഒരാൾക്ക് പരമാവധി 6 മണിക്കൂർ മാത്രമേ സാധാരണ പോലെ പെരുമാറാൻ പറ്റുകയുള്ളൂ. പോലീസ് ഡ്രൈവറായിരുന്ന പ്രദീപിനെ 2018 ജൂണിലാണ് ശ്രീജിത്ത് കേസിൽ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. വാസുദേവന്റെ വീടാക്രമണ കേസിൽ പ്രതിപട്ടികയിൽ നിന്ന് ശ്രീജിത്തിനെ ഒഴിവാക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് ബന്ധുക്കളിൽ നിന്ന് കൈക്കൂലി വാങ്ങിയെന്നായിരുന്നു കേസ്. ശ്രീജിത്തിന്റെ ബന്ധുക്കളിൽ നിന്ന് കൈക്കൂലി വാങ്ങിയെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയതിനെ തുടർന്നാണ് പ്രദീപിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും പ്രതിപട്ടികയിൽ ചേർക്കുകയും ചെയ്തത്. ശ്രീജിത്തിനെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് 10,000 രൂപയാണ് പ്രദീപ് ശ്രീജിത്തിന്റെ ബന്ധുക്കളിൽ നിന്നും വാങ്ങിയത്. 2 തവണയായി 5,000 രൂപ വീതമാണ് കൈക്കൂലിയായി നൽകിയത്. എന്നാൽ ഇതിനിടെ കസ്റ്റഡിയിൽ വെച്ച് ശ്രീജിത്ത് മരിച്ചു. സംഭവം കൈവിട്ടു പോയതോടെ അഭിഭാഷകർ മുഖേന ഈ പണം തിരിച്ചു നൽകുകയായിരുന്നു.